Hi, I'm Shamir. Learn English through conversation. If you want to speak English, you have to do two things. Listen again and again. Try to say what you heard. You don't have to learn all the grammar rules. Even if you learn all the grammar rules, you will not be able to speak English. If you want to speak English, you must practice. Unless you practice, you cannot speak English. Please watch the video till the end. Definitely this video will help you to learn English. ഹായ് ഈസ് ദാറ്റ് മൈക്കൽ? ഇത് മൈക്കൽ ആണോ? യാ. ഡു യു റിമെമ്പർ മീ? നീ എന്നെ ഓർമ്മിക്കുന്നുണ്ടോ? ഫ്രം സ്കൂളിൽ വച്ച് നീ എന്നെ കണ്ടതായിട്ട് ഓർമ്മിക്കുന്നുണ്ടോ? ഐ ആം സോറി, ഇല്ല, ഞാൻ ഓർമ്മിക്കുന്നില്ല. ഐ ഡോണ്ട് റിമെമ്പർ യു, ഞാൻ നിന്നെ ഓർമ്മിക്കുന്നില്ല. ഡിഡ് വി സ്റ്റഡി ടുഗദർ? നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടോ? യെസ്, അതെ. ആൻഡ് വി ലിവ്ഡ് ഇൻ ദ സെയിം ഡോം ടു. ഡോം എന്നാൽ കോളേജിലെയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ വിദ്യാർത്ഥികൾ ഒരുമിച്ച് പഠിക്കുന്ന സ്ഥലമാണ് ആ റൂം. അവിടെ നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ടുമുണ്ട് എന്നാണ് പറയുന്നത്. റിയലി, സത്യമാണോ? വാട്ട് ഫ്ലോർ ഡിഡ് യു ലീവ് ഓൺ? ഏത് നിലയിലാണ് നീ ഉണ്ടായിരുന്നത്, താമസിച്ചിരുന്നത്? ഐ ലിവ്ഡ് ഓൺ ദ 9th ഫ്ലോർ. 9ാമത്തെ ഫ്ലോറിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. യു ലിവ്ഡ് ഓൺ ദ 7th ഫ്ലോർ. 7ാമത്തെ ഫ്ലോറിലായിരുന്നു നീ താമസിച്ചിരുന്നത്. ദാറ്റ് ഈസ് റൈറ്റ്. അത് ശരി. ഹൗ ഡിഡ് യു നോ? നിനക്ക് എങ്ങനെ അറിയാം? ഐ വുഡ് സീ യു ഇൻ ദ സെയിം എലവേറ്റർ സംടൈംസ്. എലവേറ്റർ എന്നാൽ ഉയർത്തൽ യന്ത്രം, കെട്ടിടത്തിന് മുകളിലേക്ക് താഴേക്കൊക്കെ ആളുകളെ എത്തിക്കുന്ന യന്ത്രം. അതിൽ വച്ച് ഞാൻ നിന്നെ പലപ്പോഴും കാണാറുണ്ടായിരുന്നു. ഐ വുഡ് സീ എന്നാൽ ഞാൻ നിന്നെ കാണാറുണ്ടായിരുന്നു. ഐ ആം സോറി, ഐ ഡോണ്ട് റിമെമ്പർ യു. എനിക്ക് മാപ്പ്, ഞാൻ നിന്നെ ഓർമ്മിക്കുന്നില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ശരി. ഇറ്റ് വാസ് സെവറൽ ഇയേഴ്സ് എഗോ. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഒരുമിച്ച് പഠിച്ചത്. സെവറൽ എന്നാൽ ഒരുപാട്, എഗോ എന്നാൽ മുമ്പ്. വെൽ, എനിവേ, എന്തെങ്കിലുമാകട്ടെ. ഇറ്റ് ഈസ് നൈസ് ടു മീറ്റ് യു അഗെയിൻ. നിന്നെ വീണ്ടും കണ്ടതിൽ സന്തോഷം. സോഫിയ എന്നാണ് പേര്. സോഫിയ വിൽസൺ, റൈറ്റ്? സോഫിയ വിൽസൺ എന്നാണ് പേര്, റൈറ്റ്? ശരിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഐ ലിവ് ഇൻ ആൻ അപ്പാർട്ട്മെൻറ്റ്. ഞാൻ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ജീവിക്കുന്നത്. ഓ, ഡു യു ലിവ് വിത്ത് യുവർ പേരൻസ്? നീ നിൻ്റെ മാതാപിതാക്കളുടെ കൂടെയാണോ ജീവിക്കുന്നത്? നോ, അല്ല. മൈ പേരൻസ് മൂവ്ഡ് ടു ദ കൺട്രി. എൻ്റെ മാതാപിതാക്കൾ സ്വദേശത്തേക്ക് മാറിയിട്ടുണ്ട്. ദേ മസ്റ്റ് ബി വെരി ഹാപ്പി ദർ. അവർ അവിടെ സന്തോഷവാന്മാരായിരിക്കും. യെസ്, അതെ. ദേ എൻജോയ് ഇറ്റ് വെരി മച്ച്. അവർ അത് വളരെ നന്നായിട്ട് ആസ്വദിക്കുന്നു. അവിടെ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. സോ, ഡു യു ലിവ് അലോൺ? നീ തനിച്ചാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ തനിച്ചാണോ താമസിക്കുന്നത്? ഇതൊക്കെയാണ് അർത്ഥം. നോ, അല്ല. ഐ ഷെയർ ദ അപ്പാർട്ട്മെൻറ്റ് വിത്ത് എൻ ഓൾഡ് ഫ്രണ്ട്. ഒരു പഴയ സുഹൃത്തിൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. റിയലി? എ ഫ്രണ്ട്, ഒരു സുഹൃത്തോ? ഈസ് ഹി എ ബോയ് ഫ്രണ്ട്? അത് ഒരു ആൺകുട്ടിയാണോ? വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? നീ ഇന്നലെ എന്താണ് ചെയ്തത്? ഐ വെൻറ്റ് ടു സീ എ മൂവി. ഞാൻ ഒരു സിനിമ കാണാൻ പോയി. വാട്ട് ഡിഡ് യു സീ? നീ ഏത് സിനിമയാണ് കണ്ടത്? ഐ സോ ദ അവെഞ്ചേഴ്സ്. വാസ് ഇറ്റ് ഗുഡ്? അത് നല്ലതായിരുന്നോ? ഓ യെസ്, അതെ. ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ്. വാട്ട് ഡിഡ് യു ഡു? നീ എന്താണ് ചെയ്തത്? ഐ വെൻറ്റ് ടു ഈറ്റ് വിത്ത് മൈ ഫാമിലി. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയി. വേർ ഡിഡ് യു ഗോ? നീ എവിടെയാണ് പോയത്? വി വെൻറ്റ് ടു ഒലീവ് ഗാർഡൻ. ഞങ്ങൾ ഒലീവ് ഗാർഡനിലേക്ക് പോയി. വാസ് ദ ഫുഡ് ഗുഡ്? ഭക്ഷണം നല്ലതായിരുന്നോ? ഡു യു ഹാവ് എനി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? നിനക്ക് സഹോദരന്മാരോ സഹോദരികളോ ഉണ്ടോ? ഐ ഹാവ് വൺ സിസ്റ്റർ. എനിക്ക് ഒരു സഹോദരി ഉണ്ട്. ഹൂ ഈസ് ഓൾഡർ, യു ഓർ യുവർ സിസ്റ്റർ? ആരാണ് മൂത്തത്, നീയാണോ അതല്ല നിൻ്റെ സഹോദരിയാണോ? മൈ സിസ്റ്റർ ഈസ് ഓൾഡർ ദാൻ മീ. എൻ്റെ സഹോദരി എന്നേക്കാൾ മുതിർന്നതാണ്. ഡു യു ഗെറ്റ് അലോങ് വിത്ത് യുവർ സിസ്റ്റർ? ഗെറ്റ് അലോങ് എന്നാൽ മറ്റൊരാളുമായി നല്ല ബന്ധത്തിലായിരിക്കുക എന്നുള്ള അർത്ഥമാണ്.
നീ നിൻ്റെ സഹോദരിയുമായിട്ട് നല്ല ബന്ധത്തിലാണോ? യെസ് അതെ, വി ഗെറ്റ് അലോങ് ഓക്കെ, ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്. ഹൗ അബൌട്ട് യുവർ പാരൻസ്? നിൻ്റെ മാതാപിതാക്കൾ എങ്ങനെ ഉണ്ട്? മൈ ഫാദർ ഡൈഡ് മെനി ഇയേഴ്സ് എഗോ. എൻ്റെ അച്ഛൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. ഐ ആം സോറി ടു ഹിയർ അബൌട്ട് ദാറ്റ്. ഞാൻ അത് കേട്ടതിൽ ഞാൻ ഖേദിക്കുന്നു. മൈ മദർ ഈസ് ഫൈൻ. എൻ്റെ അമ്മ സുഖമായിരിക്കുന്നു. ഷീ ഈസ് വെരി സ്ട്രോങ് ആൻഡ് ലൈക്സ് ടു വർക്ക്. അമ്മ വളരെ ആരോഗ്യവതിയാണ്. അമ്മ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. വാട്ട് ഡസ് യുവർ മദർ ഡു? നിൻ്റെ അമ്മ എന്താണ് ചെയ്യുന്നത്? ഷീ ടീച്ച്സ് അറ്റ് എ യൂണിവേഴ്സിറ്റി. അമ്മ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുകയാണ്. ദാറ്റ് ഈസ് ഗ്രേറ്റ്. അത് മഹത്തരമായതാണ്. വാട്ട് ഡസ് ഷീ ടീച്ച്? അമ്മ എന്താണ് പഠിപ്പിക്കുന്നത്? ഷീ ടീച്ച് സൈ. പാഡൺ മീ, സോറി, അതായത് ഇവിടെ മനസ്സിലായിട്ടില്ല എന്നുള്ള അർത്ഥമാണ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായിട്ടില്ല. ഷീ ടീച്ച് സൈക്കോളജി. അമ്മ പഠിപ്പിക്കുന്നത് സൈക്കോളജിയാണ്, മനഃശാസ്ത്രമാണ് അമ്മ പഠിപ്പിക്കുന്നത്. ഓ ഐ അണ്ടർസ്റ്റാൻഡ് നൗ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഹൗ എബൌട്ട് യു? നിൻ്റെ അവസ്ഥയോ? ആർ യു മാരീഡ്? നീ വിവാഹിതയാണോ? ഐ ആം നോട്ട് മാരീഡ് യെറ്റ്. ഞാൻ ഇതുവരെ വിവാഹിതയായിട്ടില്ല. യെറ്റ് എന്നാൽ ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഐ ഹാഡ് എ ബോയ് ഫ്രണ്ട് ഫോർ മെനി ഇയേഴ്സ്. എനിക്ക് ഒരുപാട് കാലങ്ങളായിട്ട്, ഒരുപാട് വർഷമായിട്ട് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ബട്ട് വി ബ്രോക്ക് അപ്പ്. പക്ഷെ ഞങ്ങൾ ബന്ധം വേർപെട്ടു. ഐ ആം സാഡ് ടു ഹിയർ ദാറ്റ്. അത് കേട്ടതിൽ ഞാൻ സങ്കടപ്പെടുന്നു. വാട്ട് ഡു യു ലൈക്ക് ദ ബെസ്റ്റ് അബൌട്ട് ഹിയർ? നീ ഇവിടെ വളരെ നന്നായി ഇഷ്ടപ്പെടുന്നത് എന്താണ്? വാട്ട് ഡു ഐ ലൈക്ക് ദ ബെസ്റ്റ്? ഞാൻ എന്താണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നോ? വെൽ, ദ പീപ്പിൾ ആർ വെരി കൈൻഡ്. ഇവിടെയുള്ള ആളുകൾ വളരെ ദയാലുക്കളാണ്. യെസ് അതെ, ദ പീപ്പിൾ ഹിയർ ആർ കൈൻഡ്. ഇവിടെയുള്ള ആളുകൾ വളരെ നല്ല അനുകമ്പയുള്ളവരാണ്. ഡു യു ലൈക്ക് ദ ഫുഡ്? നീ ഭക്ഷണം ഇഷ്ടപ്പെടുന്നുണ്ടോ? യെസ് അതെ, ദ ഫുഡ് ഈസ് ഗ്രേറ്റ്. ഭക്ഷണം വളരെ നല്ലതാണ്. ഹൗ മച്ച് ലോങ്ങർ വിൽ യു സ്റ്റേ ഹിയർ? നീ എത്ര കാലം ഇവിടെ താമസിക്കും? ഐ വിൽ സ്റ്റേ 2 more days. 2 ദിവസം കൂടെ ഞാൻ ഇവിടെ താമസിക്കും. ഓ ദെൻ യു വിൽ ഗോ ഹോം. ശേഷം നീ വീട്ടിൽ പോകും, നാട്ടിൽ പോകും. ഹോം എന്നാൽ വീട്, നാട്, ഇതൊക്കെയാണ് അർത്ഥം. യെസ് അതെ, ദെൻ ഐ വിൽ ഗോ ഹോം. ശേഷം ഞാൻ നാട്ടിലേക്ക് പോകും. വേർ ഡു യു വർക്ക്? നീ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഐ വർക്ക് ഫോർ എ ബിഗ് കമ്പനി. ഞാൻ ഒരു വലിയ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. വാട്ട് കൈൻഡ് ഓഫ് കമ്പനി ഡു യു വർക്ക് ഫോർ? എന്തു തരം കമ്പനിയിലാണ് നീ ജോലി ചെയ്യുന്നത്? ഐ വർക്ക് ഫോർ എൻ ഇമ്പോർട്ട് കമ്പനി. ഇമ്പോർട്ട് എന്നാൽ ഇറക്കുമതി ചെയ്യുക. ഒരു ഇറക്കുമതി ചെയ്യുന്ന കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് യു? നീയോ? നിൻ്റെ അവസ്ഥ എന്താണ്? ഐ വർക്ക് അറ്റ് എ ബാങ്ക്. ഞാൻ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ആർ യു എ ബാങ്ക് ടെല്ലർ? നീ ഒരു ബാങ്ക് ടെല്ലറാണോ? ടെല്ലർ എന്നാൽ ബാങ്കിൽ പണം സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ എന്നാണ് അർത്ഥം. നോ അല്ല, ഐ ആം ദ ഓണർ. ഞാൻ ഉടമസ്ഥനാണ്. ഹൂ ഡിഡ് യു ഗോ വിത്ത്? നീ ആരുടെ കൂടെയാണ് പോയത്? ഐ വെൻറ്റ് വിത്ത് മൈ ഫാദർ, മദർ ആൻഡ് ഓൾഡർ സിസ്റ്റർ. ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെ മുതിർന്ന സഹോദരിയുടെയും കൂടെയാണ് പോയത്. ഡിഡ് യു ഹാവ് എ ഹൗസ് അറ്റ് ദ ബീച്ച്? നിങ്ങൾക്ക് ബീച്ചിൽ ഒരു വീട് ഉണ്ടായിരുന്നോ? നോ ഇല്ല, വി സ്റ്റേയ്ഡ് അറ്റ് എ ഹോട്ടൽ. ഞങ്ങൾ ഒരു ഹോട്ടലിൽ താമസിച്ചു. ഡിഡ് യു ഹാവ് എന്നാൽ ഉണ്ടായിരുന്നോ എന്നുള്ള അർത്ഥമാണ്. വിച്ച് ഹോട്ടൽ ഡിഡ് യു സ്റ്റേ അറ്റ്? ഏത് ഹോട്ടലിലാണ് നിങ്ങൾ താമസിച്ചത്? ഇറ്റ് ഈസ് കോൾഡ് ദ ഗ്രാൻഡ് പാലസ്. അത് വിളിക്കപ്പെടുന്നത് ഗ്രാൻഡ് പാലസ് എന്നാണ്. ഹാവ് യു സ്റ്റേയ്ഡ് ദർ ബിഫോർ? നിങ്ങൾ മുമ്പ് അവിടെ താമസിച്ചിട്ടുണ്ടോ? യെസ് അതെ, വി ഹാവ് ബീൻ ഗോയിങ് ദർ ഫോർ ഇയേഴ്സ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇറ്റ് ഈസ് മസ്റ്റ് ബി വെരി നൈസ്. അത് വളരെ രസകരമായതായിരിക്കും. യെസ് അതെ, ഇറ്റ് ഈസ് വെരി നൈസ്. അത് വളരെ രസകരമായതാണ്, വളരെ നല്ലതാണ്. ആൻഡ് നോട്ട് ടു എക്സ്പെൻസീവ്. വളരെ അധികം ചിലവേറിയതല്ല.
വാട്ട് ഡു യുവർ മദർ ആൻഡ് ഫാദർ ലൈക്ക് ടു ഡു? നിൻ്റെ അച്ഛനും അമ്മയും എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ദേ ലൈക്ക് ടു ഈറ്റ് ഇൻ ദ റെസ്റ്റോറൻറ്റ്. അവർ ഭക്ഷണശാലയിൽ വച്ച് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ആൻഡ് വിൽ യു ഗോ ദർ അഗെയിൻ നെക്സ്റ്റ് ഇയർ? അടുത്ത വർഷം നീ വീണ്ടും അങ്ങോട്ടേക്ക് പോകുമോ? ഓഫ് കോഴ്സ്, തീർച്ചയായും. വാട്ട് ഡിഡ് യു ഡു ലാസ്റ്റ് നൈറ്റ്? ഇന്നലെ രാത്രി നീ എന്താണ് ചെയ്തത്? ഐ പ്ലേഡ് ഫുട്ബോൾ വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഞാൻ ഫുട്ബോൾ കളിച്ചു. വാസ് ഇറ്റ് ഫൺ? അത് വളരെ രസകരമായിരുന്നോ? ഇറ്റ് വാസ് വെരി ഫൺ. അത് വളരെ രസകരമായിരുന്നു. ആൻഡ് വാട്ട് ഡിഡ് യു ഡു? നീ എന്താണ് ചെയ്തത്? ഐ കുക്ക്ഡ് ഡിന്നർ ഫോർ മൈ ഫാമിലി. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം പാചകം ചെയ്തു. വാട്ട് ഡിഡ് യു കുക്ക്? നീ എന്താണ് പാചകം ചെയ്തത്?